ശരിക്ക്? ഞാൻ കുറച്ചേരായിട്ടുള്ളൂ. ഞാൻ ഉറക്കം തന്നെ ആയിരുന്നില്ല. ഞാൻ പിന്നെ എന്താ വെച്ചാൽ ഇനി കളിച്ചക്ക് നീച്ചാണ്ട് ആ ചോറ് നിന്നാണ്ട് കിടന്നാ പിന്നെ ഒരു 12 മണി വരെ ഉറങ്ങാലോ എഴുതിയിട്ടാ. ഇന്നത്തെ പലിച്ച ചോറ് ഉഷാറായിക്കോട്ടെ കേട്ടോ. നല്ല ബീഫ് കളി, ബീഫ് വരട്ടിയതുണ്ട്, കോവക്ക ഉപ്പേരുണ്ട്. അവൻ്റെ മോളെ ആണ്. ഞാൻ കുഞ്ഞോളെ മടിയിൽ കുറച്ച് നേരം കിടക്കട്ടെ എന്ന് കരുതിയത്. പിന്നെ വേണ്ടായിരുന്നു, നോമ്പല്ലേ, അപ്പം ഞാൻ അധികം സ്നേഹപ്രകടനങ്ങളൊന്നും വേണ്ടായിരുന്നു. ഇനി ആ അടുപ്പത്തിക്കാരാണ് മൂന്ന് കുത്തി മുണ്ടാള ആ ചട്ടിക്ക്, ചട്ടി മോന്തേ. അപ്പൊ ഗൈസ്, ഇന്നത്തെ സ്പെഷ്യൽ കുഞ്ഞോൾ അവതരിപ്പിക്കാൻ പോകുന്നത്, ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? ബോട്ടി. ഞങ്ങളും കൂടി മഞ്ഞപ്പൊടി ലൈറ്റ് നോക്കി വെളുത്ത് ഞാൻ നിൽക്കുന്നുണ്ടല്ലേ, പ്രൊഡക്റ്റാണ്. അത് പറ്റൂലേ. വേറൊരു കാര്യണ്ട്, അന്റെ പപ്പായ ഇന്നലെ കൊണ്ടുപോയി മധുരം പറഞ്ഞ സാധനല്ല ഗൈസ്. അങ്ങനെ എന്റെ ഹെൽപ്പർ രണ്ടാളും സ്കൂളിട്ട് വന്ന് കുളിയൊക്കെ കഴിഞ്ഞിരിക്കണല്ലേ. ഓക്കെ, ഇനി എന്നും ഇവനുണ്ടാവും ഇന്നെ ഹെൽപ്പ് ചെയ്യാനെന്ന് പറഞ്ഞാൽ. 2 ദിവസം ചുവപ്പ് കളറുള്ള ചീരേനെ, അപ്പം ഇന്ന് നമ്മൾ പച്ച ചീരയും കൊണ്ടാണ് താളിപ്പുണ്ടാക്കുന്നത്. പിന്നെ അതേമാതിരി ബോട്ടി ഞാൻ കൂട്ടൂല. അപ്പം അങ്ങനെ ഗായ്സ്, ഉറക്കം അങ്ങോട്ട് പോരുന്നില്ലല്ലോ ശരിക്ക്. ഞാൻ കുറച്ചേരായിട്ടുള്ളൂ. ഞാൻ ഉറക്കം തന്നെ ആയിരുന്നില്ല. ഞാൻ പിന്നെ എന്താ വെച്ചാൽ ഇനി കളിച്ചക്ക് നീച്ചാണ്ട് ആ ചോറ് നിന്നാണ്ട് കിടന്നാ പിന്നെ ഒരു 12 മണി വരെ ഉറങ്ങാലോ എഴുതിയിട്ടാ. അപ്പൊ ഗൈസ്, ഞാൻ കളിച്ചക്ക് നീച്ചുമ്പോ തന്നെ ലേറ്റ് ഒക്കെ ഇട്ട് റെഡി ആയിരിക്കും. അപ്പൊ ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്നത്തെ വ്ളോഗ് പെൽച്ചക്കാണ് സ്റ്റാർട്ട് ചെയ്യണത് അല്ലേ. എന്നും നമ്മൾ രാവിലെയാണ് സ്റ്റാർട്ട് ചെയ്യല്. ഇന്ന് നമ്മൾ പെൽച്ചക്കന്നെ സ്റ്റാർട്ട് ചെയ്തു അല്ലേ. അപ്പൊ എന്താണെന്ന് പെൽച്ചക്ക് സ്പെഷ്യൽ എന്താണെന്ന്? ചീരത്താളിപ്പവും കോവക്കുപ്പേരിയും ബീഫ്. അതിന്റെ മുന്നേ ഞാൻ എനിക്കൊരു സർപ്രൈസ് സാധനമുണ്ട്. ജയ്, കുറേ ദിവസമായില്ലേ കുട്ടികൾ ബെഡിൽ ചളിയാക്കി, അല്ലെങ്കിൽ ബെഡിൽ പൊടിയാണ്, ചൊറിച്ചിലാണ്, ഉറക്കം ക്ലിയർ ആവണില്ല അറിയാണ്ട് ഇന്ന് അതിനുള്ള പ്രശ്ന പരിഹാരമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഇന്നലെ രാത്രി കൊണ്ടുവന്ന ഇതാണ് ബെഡ് വാക്വം ക്ലീനർ. അഗാരോൻ്റെ ബെഡ് വാക്വം ക്ലീനർ. ഇതെങ്ങനെ ക്ലീൻ ആക്കല അറിയാം എനിക്ക്? ആദ്യം പറഞ്ഞുതരാം. ഫുള്ള് ക്ലീൻ ആക്കണം കേട്ടോ. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ അഗാരോ ഗ്രാൻഡ് ബെഡ് വാക്വം ക്ലീനർ. അപ്പൊ ഇതിന്റെ ഒരു ഈസി മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഇതിന്റെ ബാക്കിൽ ഒരു സ്യൂവൽ വീലും, അതേപോലെ ഒരു വാമിംഗ് ഹോളും, UV ലാമ്പ് കവറും, UV ലാമ്പും, എയർ ഇൻലെറ്റും, വൈബ്രേഷൻ ബോർഡും ഉണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്ന സ്വിച്ച് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡസ്റ്റ് കപ്പ് ഈസി ആയിട്ട് മെഷീനിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്ലോസർ തുറന്നതിന് ശേഷം നമ്മളിതിൻ്റെ ഒരു ഫിൽറ്റർ ഉണ്ട്, ഈ ഫിൽറ്റർ റിമൂവ് ചെയ്യുക. അതേപോലെ തന്നെ രണ്ടാമത് വേറൊരു ഫിൽറ്റർ കൂടെ ഉണ്ട്, ഒരു മെഷ് ഫിൽറ്റർ. ഈ ഫിൽറ്റർ നമുക്ക് എടുത്തിട്ട് വേസ്റ്റുകളൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് എത്രത്തോളം ബെറ്റർ ആണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും മനസ്സിലാവുന്നുണ്ടാവും. കാരണം നമ്മൾ ബെഡിൽ ചായപ്പൊടി വിതറിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്തത്. അത്രത്തോളം ചെറിയ നൈസ് തരികൾ വരെ എന്ത് ചെയ്യാണ്, ഇതിൽ ക്ലീനായിട്ട് വാക്വം ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ ചെറുതല്ലെങ്കിൽ കൂടി വലിയ തരികളായാലും ഈസി ആയിട്ട് ഈ ഒരു മെഷീൻ എന്ത് ചെയ്യും, വാക്വം ചെയ്ത് ബെഡ് ക്ലീൻ ആൻഡ് സേഫ് ആക്കും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ UV ലൈറ്റാണ്. ഈ ഒരു അൾട്രാ വയലറ്റ് ലൈറ്റ് ഇതിനുണ്ടാകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആൻറ്റി ബാക്ടീരിയലായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇതിൽ നടക്കുന്നുണ്ട്. നമ്മളെ ബെഡിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ മാറ്റി അലർജി കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ ഇതുകൊണ്ട് സഹായിക്കും. പിന്നെ ഈ ഒരു വൈബ്രേറ്റർ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. നമ്മുടെ പില്ലോ കവറും, കുഷ്യന്, മാറ്റ്, കർട്ടൻ,
കർട്ടണ്, ബെഡ്ഷീറ്റ് എല്ലാ സാധനങ്ങളും നമുക്ക് വളരെ ഭംഗിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്ലീൻ ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു ഡസ്റ്റ് കപ്പ് കണ്ടില്ല നിങ്ങൾ, അത്രത്തോളം ഇത് വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വേസ്റ്റ്. ഇനി നമ്മളിത് റിമൂവ് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു കപ്പിൽ നിന്ന്. അപ്പോൾ നമ്മൾ 2 ഫിൽറ്റർ ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ വേസ്റ്റ് എന്ത് ചെയ്യാണ്, ഇപ്പോൾ ആ ബെഡിൽ നിന്ന് നമ്മൾ ഇട്ട സാധനങ്ങളൊക്കെ അതേപോലെ ഒരു തരി പോലും പുറത്ത് പോകാതെ വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഡ്രൈ ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ചിട്ട് മാത്രം ക്ലീൻ ചെയ്യുക, ഒരിക്കലും വെള്ളം ഉപയോഗിക്കരുത്. അപ്പോൾ ഈ ഒരു മെഷീനറി വേണ്ടവർ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, പർച്ചേസ് ചെയ്തോളി. വീട്ടിലൊന്നും നിർബന്ധമാണ്. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് റെഡിയാക്കുകയാണ്. ഇന്നത്തെ പരച്ചച്ചോറ് ഉഷാറായിക്കോട്ടെ കേട്ടോ. നല്ല ബീഫ് കറി, ബീഫ് വരട്ടിയതുണ്ട്, കോവക്ക ഉപ്പേരുണ്ട്, കുറച്ചതി എനിക്ക് ഇതതി. പിന്നെന്താണ്, ചീരത്താളിപ്പ്. പൊതുവെ നമ്മൾ നോമ്പേ പലിച്ചയ്ക്ക് നമ്മൾ തേങ്ങ അരച്ച കറിയൊന്നും കൂട്ടാക്കുക നല്ലേ അല്ലേ. പിന്നെ ഭയങ്കര നെഞ്ഞൊക്കെ നിന്നോറും അല്ലേ. അല്ല എനിക്കൊക്കെ ഉണ്ടാ പ്രശ്നം, അപ്പം ഇലക്കറി ആകുമ്പോൾ ആ പ്രശ്നം വരില്ല. പിന്നെ നല്ലൊരു ചൂട് ബീഫ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ. പിന്നെ പൊതുവെ എല്ലാരും ഇലക്കറികളാണ്. നോമ്പിന്റെ മെയിൻ താരം താളിപ്പാണ് അറിയില്ല. നല്ല കോവക്കത്തോരൻ വേണം. നാടൻ കോവയ്ക്കാണ്, പുറത്തുനിന്ന് നിന്നതല്ല. അതുപോലെ ഇവിടെ നാട്ടിൽ നിന്ന് ഏതൊരു പെരയിൽ പറിച്ചിടുന്നല്ല കുറേ ഉണ്ടായപ്പോൾ. അബ്രു തന്നേക്കാറ് ചിലപ്പോ. ജിബ്രാനോ? ജിബ്രാൻ അതേപോലെ വല്യമ്മാൻ്റെ ചിക്കനൊന്നും വല്ലാതെ കൂട്ടൂലേ. ചിക്കനൊന്നും പറ്റൂല. അപ്പോൾ ഗൈസ് അങ്ങനെ പലിച്ചച്ചോറ് കഴിക്കാൻ പോവാണ്. അപ്പം നിങ്ങൾക്കൊക്കെ പലിച്ചച്ചോറില്ലേ, നിങ്ങളൊക്കെ പോയി തിന്നോളിട്ടോ. ഓക്കെ, ഞങ്ങളിങ്ങനെ കഴിക്കട്ടെ അതിനോളെ. അപ്പം ഞാൻ നാളെ നേരം വെളുത്തിട്ട് കാണാം. ചെപ്പുണ്ടെന്ന് നീച്ചലോക്ക് കഴിക്കട്ടെ ഗൈസ്. വെറുതെ തലമുട്ടാൻ നിൽക്കണ്ട ജിബ്രാനെ. ഞാൻ കുഞ്ഞോളെ മടിയിൽ കുറച്ച് നേരം കിടക്കട്ടെ എന്ന് കരുതിയേരി. പിന്നെ വേണ്ടായിരുന്നു, നോമ്പല്ലേ. അപ്പം ഞാൻ അധികം സ്നേഹപ്രകടനങ്ങളൊന്നും വേണ്ടായിരുന്നു അല്ലേ. ഗൈസ് ഓവർ സ്നേഹപ്രകടനമൊന്നും പറ്റൂലല്ലോ ശരിക്കും നോമ്പിന്. അപ്പം എന്താ വർത്താനം എല്ലാവർക്കും സുഖം അല്ല. കുഞ്ഞോളെ എന്താ സ്പെഷ്യല്? നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കാം. നൂൽപുട്ടോ? ചിക്കൻ കറിയും പിന്നെ ഒരു സ്പെഷ്യൽ സാൻഡ്വിച്ച് ഉണ്ടാക്കാം. സ്റ്റീംഡ് സാൻഡ്വിച്ച്. എങ്ങനെ? സ്റ്റീംഡ് സാൻഡ്വിച്ച് ആണ് പോലെ നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ കണ്ടിരിക്കണേ. എന്താ ചിക്കന്, മുട്ട, അതേമാതിരി ഉണക്കമുളകൊക്കെ സ്റ്റീം ചെയ്യുക, ആവിക്ക് വേവിച്ചിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കുക. നല്ലതാ? അതെ, ഹെൽത്തി സാൻഡ്വിച്ച് ആണ്. എനിക്കോ മതി. ഇന്നലെ ഉണ്ടാക്കിയില്ലേ സമൂസയും കഴിയോ? കിളിക്കുട്ടിയെ അപ്പൊ കഴിച്ച് ഇന്നത്തെ വ്ളോഗ് ശരിക്കും നമ്മള് പെലച്ചൊക്കെ തുടങ്ങിയല്ലേ. റാഷിദ, എന്നിട്ട് ഇതന്നെ ഉള്ളൂ? എന്താ എന്റെ സ്റ്റീമഡ് മോമോസ് മാത്രമേ ഉള്ളൂ? സാൻഡ്വിച്ച് മാത്രമേ ഉള്ളൂ. നൂൽപുട്ടുണ്ട്, ചിക്കൻ കറി. ബോട്ടി എന്താ കട്ടി? ബോട്ടിയുണ്ട്. ബോട്ടിയുടെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം ഐസ് ഇടാൻ വേണ്ടി. ഗൈസ് ബോട്ടി കൂട്ടി ചോറുന്ന പൂജയാക. ഇപ്പഴല്ല നോമ്പ് പറഞ്ഞിട്ട് ചോറ് കിട്ടണം ബോട്ടിന്റെ കൂടെ.
അപ്പൊ നോമ്പ് തുറക്കുമ്പോ തന്നെ നിങ്ങൾക്ക് ചോറാണോ പെട്ടെന്ന് പോലെ ചെയ്യുന്നു എന്താ മുട്ട ഉണ്ടാക്കുന്നത്? പിന്നെ നോമ്പൊക്കെ തുറന്നിട്ടാണ് ഞാൻ പച്ചക്കുള്ള ചോറ് വെക്കുന്നത്. ഇഷ്ടം പോലെ ഞമ്മക്കേ പപ്പായ ജ്യൂസ് അടിച്ചാ, അപ്പൊ ഒരു പാക്കറ്റ് പാല് കൊണ്ടുവന്നതിന് വേണ്ടി കുറച്ച് ഐസ്ക്രീമും കൊണ്ടുവന്നു. പപ്പായ ജ്യൂസ് മാത്രം അടിച്ചാൽ മതി, ഒരു മധുരല്ല പപ്പായ. അതിന് ഇന്നേ സോന് പാല് കൊണ്ടുവന്നിട്ടില്ല, അപ്പൊ പാലില്ല ഇവിടെ. അപ്പൊ ഒരു പാക്കറ്റ് പാലും കൊണ്ടുവരുകൊണ്ട് കുറച്ച് ഐസ്ക്രീമും കൊണ്ടു. ഐസ്ക്രീം ആണെങ്കിൽ കുറച്ച് തോനെ കൊണ്ടുവന്നോണ്ട് നമുക്ക് ഞാൻ എന്നും അടിച്ചുമ്പോ ഓരോ സ്കൂപ്പ് ഇങ്ങനെ ഇടാം, എല്ലാവർക്കും കൊടുത്താലല്ലേ തിന്നാ. നാളെ പിന്നെ ലീവ് ഉള്ള ദിവസമാണ്, അപ്പൊ മൂന്നാളെ കൊണ്ട് നോമ്പർ നോക്കിച്ച പിന്നെ ഐസ്ക്രീം അവിടെ തുറക്കേ നാളെ നോൽക്കണം കേട്ടോ. നാളെ നോൽക്കണം കേട്ടോ. ഞാൻ ടി വി കണ്ടാ മതി കേട്ടോ, കാണില്ലല്ലോ. ഓഫാക്കി പോര്, ഇങ്ങോട്ട് പോരെ, ഇങ്ങോട്ട് പോരെ. യശുമാ യശുമാണ്ട് പോരെ, മെച്ച ഉറക്കി തരും. ഞാൻ അതിനെ ആട്ടിയാണ്ട് ഉറക്കിക്കളാ. ഞാൻ ഉറങ്ങി എനക്ക് എൻ്റെ പണിക്ക് നടക്കും, എനിക്ക് എൻ്റെ അടിച്ചിങ്ങോക്കും പോകാം. മഞ്ഞപ്പൊടി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 2 സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാതെ മില്ലിൽ നിന്ന് വാങ്ങാറുണ്ട്. മില്ലിലാണെങ്കിൽ മഞ്ഞപ്പൊടി ഇല്ല, തുള്ളി മഞ്ഞപ്പൊടി ഇല്ല, ബോട്ടി വെക്കണമെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരണം. ഗ്യാസ് നിറക്കണം, പാല്. ഇനി അടുപ്പത്തിക്കാരാണ് മൂന്ന് കുത്തി മുണ്ടാ ചട്ടിക്ക് ചട്ടി മോന്തേ. അപ്പൊ ഗൈസ് ഇന്നത്തെ സ്പെഷ്യൽ കുഞ്ഞോൾ അവതരിപ്പിക്കാൻ പോകുന്നത്, ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? ബോട്ടി. ബോട്ടിയും കൂട്ടി ചോറുന്നണം. കുറച്ച് ഈത്തപ്പഴം, കുറച്ച് കുരുമുളകും പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ചെന്നെ ഉള്ളു. എന്നിട്ട് മഞ്ഞപ്പൊടി അങ്ങനെ പറയുന്നത് ഇതുള്ളു മഞ്ഞപ്പൊടി, ഇതുള്ളു. ഇനി ചിക്കൻ കറി വെക്കണ്ട നമുക്ക്, അങ്ങനെയൊന്നുമില്ല. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഗ്യാസ് ഒക്കെ കൊണ്ടുവരണം അല്ലേ? പൊയ്ക്കോളി. ഇനിയിപ്പോ ഇതിലറിയോ നിങ്ങൾ ഇതിനല്ലേ പോണത്? മുളകും പൊടി എനിക്കിഷ്ടല്ല കേട്ടോ ഈ സാധനം. ബോട്ട് ഞാൻ കൂട്ടില്ല, അത്രയും ചോട്ട. ഞാൻ എന്താ പറയാ ഒക്കെ എടുത്ത് വെച്ചിക്കണേ. നമുക്കിത് വെച്ചിട്ട് പാതി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ എടുത്ത് ചൂടാക്കി ഇങ്ങാണ്ട് നിങ്ങൾക്കും കുട്ടിയാവാണ്. ഞാൻ ഇബ്രാണ് കൂടുതൽ തിന്നുക, ഇബലൊന്നും വല്ലാതെ തിന്നൂല. മതിയല്ലോ, ഇബ്രാനും കുഞ്ഞോളൊന്നും തിന്നൂല അല്ലേ? ഇബ്രാൻ തിന്നല്ലോ, നല്ലൊന്നും എനിക്ക് പറ്റൂലല്ലേ നോക്കും. ഞാനും ഇബ്രുവാണ് അബ്രുവാണ് തിന്നത്. മതിയല്ലോ, തിന്നവള് 3 ടീമുണ്ടല്ലേ. എന്തിനായിക്ക് ഞങ്ങളും കൂടി മഞ്ഞപ്പൊടി ഇല്ലായിട്ട് നോക്കി വെളുത്ത് ഞാൻ നിൽക്കണില്ലേ? മഞ്ഞപ്പൊടിൻ്റെ കുറവാണത്. ബീഫ് മഞ്ഞപ്പൊടി ഉണ്ടെങ്കിലും ഉള്ളു വിഷം പോകും. വിഷം പൊടി കുരുമുളകും പൊടി ഇടല്ലേ? കുട്ടികൾക്ക് തിന്നാൻ പറ്റൂല. കുരുമുളകും പൊടി ഉണ്ടായിക്കോട്ടെ, കുരുമുളക് ഇട്ടാണ്ട് വെക്കണം പോട്ടി. അതൊക്കെ ഇടണോ? അല്ല എന്നോടൊക്കെ പിന്നെ വല്ലതും പറഞ്ഞാണ്ട് ഓവറ് പോലത്തിന്. ഈ സാധനം വാങ്ങിയിട്ട് നല്ല ഉപകാരം കേട്ടോ. ഇങ്ങനെ കാട്ടാനൊന്നും കയ്യൂലിന് അവിടെ മുറി ഉണ്ടായിട്ടേ കയ്യിന്ന് ഇനി നിർത്തിക്കളട്ടോ. ഓനോരോ പൊടി പൈമാജി പ്രശ്നമാക്കിയില്ല, ഇനി അടുത്ത ഇടും. മതി വടിച്ചിടാണ്. മഞ്ഞപ്പൊടിൻ്റെ കമ്മിയാണ് പറഞ്ഞപ്പോൾ ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് കൂട്ടിച്ച് കൊടുക്കാം. ഞാനപ്പോ ഗ്യാസ് നിറച്ചോണ്ടല്ലേ പരിപാടികൾ നോക്കട്ടോ. ഗ്യാസ് നിറക്കണം, മഞ്ഞപ്പൊടി, പാല്, ഐസ്ക്രീം. ഇനായ വന്നിട്ടുണ്ടോ? ഇനായ ഏതാ ഡ്രസ്? ഒന്ന് കറങ്ങിക്ക, ഒന്നിങ്ങനെ കറങ്ങിക്ക. കറങ്ങി വട്ടം കറങ്ങി, അപ്പൊ ഇതിങ്ങനെ പറക്കും ഡ്രസ്സ് ഫുള്ള് കറങ്ങി. ഇത് പിടിച്ചാ അവളെ കറക്കി കൊടുക്ക. നിന്റെ കൈമ പിടിച്ചേ കറങ്ങണ കേട്ടോ. കറങ്ങി
എന്നാ പറ്റൂലേ സിസല്ല ടിഷ ഓളെ ചേർത്തിയേ നിങ്ങൾ രണ്ടാളുള്ളൂ സ്കൂൾക്ക് പോകാന്. ജിബ്രാനും നിങ്ങൾ രണ്ടാള് കള്ളത്തിയാളാ. ഒരു കള്ളന് ഒരു കള്ള. എനിക്ക് നോമ്പുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? നോമ്പ് പറ്റിക്കണോ? ഉച്ചക്ക് എന്താ തിന്ന്? നെയ്ച്ചോറോ കഞ്ഞിയോ? അങ്ങനെയാണെങ്കിൽ നോമ്പുണ്ട്. ഞാൻ ഗ്യാസ് കുറ്റിയാണ് പൊട്ടിച്ചോ കേട്ടോ. ടിഷുമൊക്കെ വലിയ വലിയ നടക്കണ മാതിരി കാലോണ്ടൊക്കെ കൂട്ടിപ്പോ. ആ ഇനായ നയാ ഈ നയ സ്റ്റാർട്ട് ചെയ്യാനൊന്നായിട്ടില്ലല്ലോ. സ്കൂൾ കൂട്ടിയപ്പോയിന് സ്കൂൾ ആ സ്കൂൾ പൂട്ടിയിട്ട് പിന്നെ ചേർത്തത്. ഇതിലോ? അത് മറ്റേ ആ ഗാരോന്റെ പ്രൊഡക്റ്റ് ആണ്. അത് പറ്റൂലേ, അത് നമുക്ക് പറ്റൂല. ഇത് ചിപ്പിൻ്റെതല്ലേ. കൊണ്ടൂലെന്ന് ഉറപ്പല്ലേ? കുഞ്ഞുട്ടി കുടുങ്ങിയിട്ട് ഗ്യാസ് വെച്ചിട്ട് അവനാട് എല്ലാവരും ഇത് കണ്ടിട്ട് ആക്കാരെ കുഞ്ഞുട്ടികൾക്ക് വരിക. വീഡിയോ കണ്ടില്ലേ? ബുക്ക് ഞാൻ പോയിട്ടോ ഗ്യാസ്. അപ്പൊ ഗ്യാസ് കുറ്റി നിറച്ചോണ്ട് ഗ്യാസ്. അപ്പൊ കുറച്ച് സാധനം വാങ്ങാണ്ട് ഞാൻ വാങ്ങിട്ടോ. ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയായിരുന്നു. എടാ പത്തക്ക് എന്താ വില? 400. നമ്മളാളായോണ്ട് 4.5 കിലോ 100. വെറുതെ നേട്ടോ. എന്തൊരു വർത്താനാടാ. നോമ്പ് പറ്റിയാണെന്നാണ് അറിയാ. ഈ കാക്കാക്കൊക്കെ അങ്ങനെ കൊടുക്കുന്ന 4 കിലോ 100. മഞ്ഞ കളർ ഇതൊക്കെ ഒരു വില തന്നെ. 2 വില ഇതൊക്കെ ഉണ്ടോ? അതൊന്നും കാനൊന്നും മൂല മനസ്സാ. ഇതന്നെ 22 റുപ്യക്ക്. ഇതിനൊക്കെ പുറക്കി കണക്കാക്കണ ആളാ. ഇത് ഇവിടെ 60 ഉറുമാമ്പഴം എന്താ വില? 200 നല്ലതാ. 200 റുപ്യ കിലോന്. 200 റുപ്യ ഉറുമാമ്പഴം. എത്ര ഉണ്ടാവുക? 1/2 കിലോ മതി. ഓറഞ്ച് എത്ര ഉണ്ടാവുക? എത്രക്കായി? 200 100 110. 110 12 ചായ കൊണ്ട് 10 ഇതെല്ലാം അങ്ങനെയൊക്കെ മെച്ചതല്ല. ഇതൊന്ന് നീക്കണം കേട്ടോ, അല്ലെങ്കിൽ 87 റുപ്യക്കുള്ളൂ കഴിച്ചു. എന്നിട്ട് അതാണോ 110 റുപ്യ? ഇനിയാണ് പോയി ലാഭം. എങ്ങനെ ലാഭം? വേറൊരു കാര്യണ്ട്. അന്റെ പപ്പായ ഇന്നലെ കൊണ്ടുപോയി. മധുരം പറഞ്ഞ സാധനല്ല. എന്തൊരു വിലക്കം വില ഇതാണത്. അന്റെ കറൂത്ത മുറിച്ചാണ് കാണ്ടേ പെരും മധുരം എന്ന് പറഞ്ഞേ. ആ അത് പറഞ്ഞ് മാങ്ങ ജ്യൂസ് അടിച്ച് കറൂത്ത അരിഞ്ഞും വെച്ച്. ആ നിങ്ങളെ തിന്നലേടാ. കുഞ്ഞോളിതാ രസകരമായ മറ്റൊരു എന്താണ് അത് കാലിലോട്ട് കൂടെ ചോരക്കാലം വയസ്സായിരുന്നു കേട്ടോ. അവനിങ്ങനെ ചോര കണ്ട ഭയങ്കര സന്തോഷം. സൈക്കിള് വീണു. സൈക്കിള് മരാകുമ്പോ മുഗ്ഗലും മൂന്നത്തുഗ്ഗലും ചോരൊക്കെ ഉണ്ടാവും. ഇതാ ഞാൻ പറഞ്ഞ സ്റ്റീംഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ. ഇതൊക്കെ നമ്മള് ഇത്
ഉപ്പും കുരുമുളക് ഇട്ടുകൊണ്ട് ഒന്ന് മസാല ആക്കിയത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചുവന്ന മുളകില്ലേ അത്, പിന്നെ അതിക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചിടുക. നാളത്തെ സ്പെഷ്യൽ എന്താ പൊരിച്ചത്, ടിഷ്യൂ പൊരിച്ചത് കേട്ടോ. 2 മുട്ട ഇങ്ങനെ പൊട്ടിച്ചിടുക, മുട്ട സ്റ്റീം ചെയ്യുക. ഇതൊന്നും ഒരിക്കണേ അതിനകത്ത് ഇതാക്കാനല്ലേ. നിങ്ങളെ പറഞ്ഞ കണ്ടിട്ട് ഞാനേ കരട്ട് പൊട്ടിച്ചിടാതെ പിന്നെ പൊട്ടിച്ചാണ്ടല്ലേ ഇങ്ങനെ ഇതിപ്പോ എനിക്ക് എഗ് ബോയിലറിൽ പോച്ചറിൽ വെച്ചാലും മതി. അതിലൊക്കെ മതി നമുക്കില്. പക്ഷെ അതില് ഒക്കെ പാടുള്ളൂ. അത് ഉണ്ടാക്കാനുള്ള സാധനമാണ് അത്. ആ പോച്ചർ പറഞ്ഞത് അത് നമ്മൾ ചിക്കൻ ഇതൊക്കെ പോലെ ഒക്കെ ഉണ്ടാക്കി ഓർമ്മ ഉണ്ടാക്കി 4 പാത്രം ഉണ്ട്. കരഞ്ഞിനാളെ കുത്തിയിട്ട് എത്ര നേരം ഗ്യാസ് വെക്കും വേണ്ട. അതിനൊന്നും അറിയില്ല. അതിലൊക്കെ വീഡിയോ ഉണ്ട്. കൊല്ലത്തൊന്നും ഇതില്ലായിട്ടാണ് നൂൽപാത്രത്തിലാക്കണത്. നമ്മളടുത്ത് നല്ല മെഷീൻ ഉണ്ടല്ലോ. സ്റ്റീം ചെയ്യാം. പിന്നെ ചിക്കൻ കറി വെക്കണം. ചിക്കൻ കറി ബോട്ടി ഉണ്ടാക്കിയ മുഴുവൻ ബോട്ടിയാണോ? അങ്ങനെയല്ലേ നിങ്ങള് കൊണ്ടുവന്ന മുഴുവൻ ചുരുങ്ങിയത്? അത് അപ്പൊ അങ്ങനെ തന്നെയല്ലേ, ബോട്ടി ചുരുങ്ങൂലേ? ബോട്ടി ചുരുങ്ങും. പിന്നെ നമ്മള് ജ്യൂസ് അടിച്ചാൻ വേണ്ടി വെച്ചതാണ് പപ്പായ. പിന്നെ ഈ ഈത്തപ്പഴം ജ്യൂസ് അടിച്ചോളൂ. ഇവിടെ ഈത്തപ്പഴം കൊണ്ടുവന്നത് അത് മറ്റേ ചലഞ്ചാണ്, ഫുഡ് ചലഞ്ച് 250 അത് ജ്യൂസ് അടിച്ചാൽ ഉപയോഗിച്ചോളൂ. വലിയ രസമുണ്ടാവും. ഇന്നാണോ ജ്യൂസ് അടിച്ചത്? ജ്യൂസ് അടിക്കാൻ ഇല്ലാതാണ് ഇവിടെ ഫ്രൂട്ട്സ് കൊണ്ടുവച്ചതിന് മുന്നേ ഈത്തപ്പഴമൊക്കെ ജ്യൂസ് അടിച്ചിട്ട് ഇതാക്കിയാൽ മതി. തിന്നാളെ ഈത്തപ്പഴം വേറെ വാങ്ങി ഞാൻ കുറച്ച് പാലെടുക്കാം. തള്ളാണെങ്കിൽ ഞാൻ കുറച്ച് പാലെടുക്കും. എന്നാലും സമ്മതിച്ചു ഞാൻ. സമ്മതിച്ചില്ല. തിഷ്മക്ക് എന്താ വേണ്ടത്? നൂൽപുട്ട് വേണം എന്റെ കുട്ടിക്ക്. നമുക്ക് ഒന്നും വേണ്ട, അവളെ എങ്ങനെ ഏറ്റിയാ മതിയാണ് തന്നെ. ആരൊന്നും വേണ്ട. അപ്പൊ തന്നെ അവളെ വയറ് ഫുള്ളാ. സ്നേഹം കൊണ്ട് വയറ് നടക്കുന്ന അവളാണ് കുഞ്ഞോളെ. എന്റെ ശത്തോ കാര്യം നേരല്ല. ഞാൻ യാത്ര സ്കെച്ചിട്ടില്ല. സമയം എത്രയായി? സമയം 4:30. ഇപ്പോഴും സ്കെച്ച് വേഗം. ഇപ്പച്ചിക്ക് ഒരു ഫ്ലൈങ് കിസ് എടുത്തന്നാല് ഒലക്ക തരുവോള്. ഫ്ലൈങ് കിസ് തരുവാ? പല്ലില്ലാത്തോളൂ. വല്യമ്മേന് പല്ലില്ലാത്ത വല്യമ്മ. അപ്പൊ ഗൈസ് അസറിന്റെ നിസ്കാരം ടൈം കഴിഞ്ഞു. പോയാട്ടെ നിസ്കരിക്കട്ടെ. എടാ ആരെ ബാത്റൂമില് നൂൽപുട്ടോ? സ്റ്റാമ്പ് പോലെ ഉണ്ടല്ലോ. വളർച്ച തിന്നല്ലേ നൂൽപുട്ട്. പിന്നെ സാൻഡ്വിച്ചിനുള്ളത് വെജിറ്റബിള്. എവിടുക്കാടാ? എന്നോട് ഉമ്മച്ചിനോട് ചോദിച്ചിട്ട് ഓനയച്ചിക്കണാടാ? ഇനായും പോവാ? ഇനായും പോവാണോ? നമ്മളെ മാറ്റത്തെ ബെൻസ് നമുക്കവിടെ ബെൻസ് ഗൈസ്. അപ്പൊ ഗൈസ് നോമ്പറക്കാനൊക്കെ ഏകദേശം 6:18 നമ്മളെ ആദ്യത്തെ വെള്ളിയാഴ്ച അല്ലേ ഇന്ന്. അപ്പോൾ ജിബ്രാന് ഞാൻ എൻ്റെ ഒപ്പം സിധുവിൻ്റെ ഒപ്പം തറവാട്ടിക്ക് പോവുകയാണ് പോലെ. എങ്ങോട്ടാ ഇനി കൊണ്ട്? ഒരു പോയിക്കോട്ടെ. ആ കുട്ടി ബാക്കൊക്കെ മാറിയും എനിക്ക് നല്ലതിനല്ല കേട്ടോ. എനിക്ക് ചന്തി പൊള്ളക്കും എൻ്റെ. വേണ്ട ഞാനിത് ഇതാക്കാണ്, ഓസ് കണക്കാക്കി. അപ്പോൾ ചെടി കണ്ടില്ല നിങ്ങൾ? ചെടിയൊക്കെ ഇങ്ങനെ നനക്കല്ല പരിപാടിയിലാണ്. ഇതെങ്ങനെ കാട്ടില്ല ചോദിച്ചാൽ ഇങ്ങനെ കാട്ടിലാണിത്. അജിതാക്കണ്ട. തെന്നലിലേ തെന്നലിലേ എവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കേന്? ആര്? ഒരു ചെറുക്കനാ? അതെ.
നന പോകുന്നുണ്ടോ കേട്ടോ ഞാൻ വെള്ളം നനയുണ്ടോ കേട്ടോ ആര് ഗ്ലാസ് കൂടെ കൊണ്ടുവന്ന വെച്ചേ. അപ്പോൾ കഴിച്ച് നമ്മൾ ചെടി വെള്ളം നനവ് എന്താ മട്ടന്ന് പോയോ കേട്ടോ. എല്ലായിടത്തും വെള്ളം എത്തുണ്ടോ നോക്കണേ. ഒച്ചയ്ക്ക് കേൾക്കുന്നുണ്ട് കേട്ടോ. ചീയൊരൊച്ച കേൾക്കുന്നുണ്ട് നിങ്ങൾ. തുള്ളി നനയായതുകൊണ്ടേ കറക്റ്റ് അളവിലെത്തും. എന്നായിക്കോട്ടെ ഗൈസ് അങ്ങനെ എൻ്റെ ഹെൽപ്പർ രണ്ടാളും സ്കൂളിട്ട് വന്ന് കുളിയൊക്കെ കഴിഞ്ഞിരിക്കണില്ലേ. ആ ഓക്കെ ഇനി എന്നും ഇവനുണ്ടാവും ഇന്നെ ഹെൽപ്പ് ചെയ്യാനെന്ന് പറഞ്ഞു. അപ്പോൾ ഓന് ഒരു ഇതെന്താണ് ബ്രോ ഇംഗ്ലീഷിൽ എന്താ പറയാ? കേടല്ല അതിൻ്റെ നീരുറ്റിയതാണത്. മൂന്നാമത്തെയാണ് എടുക്കണത്. 2 മതിയേ. അത് ജ്യൂസൊക്കെ ഇടാനാണ്. 2 മതി. മറ്റേ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം ഞാൻ എന്താ പറയുക ആ സാൻഡ്വിച്ചൊക്കെയുള്ള ഫില്ലിങ് റെഡി ആയിക്കണം കേട്ടോ. ഇതാണ് ചിക്കന്, ക്യാപ്സിക്കം, അതേമാതിരി ക്യാബേജുമാണ് അല്ല ക്യാബേജ് അല്ല ക്യാരറ്റുമാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇക്കുള്ള സോസ്, 2 ചീസ് റൈസ്, അതേമാതിരി നമ്മൾ ആ ബോയിൽ ചെയ്ത 2 എഗ്ഗും വെളുത്തുള്ളിയും ചുവന്ന മുളകും കുറച്ച് പാലുമാണ് ഇട്ടിരിക്കണത്. അപ്പോൾ ഇത് നല്ലോണം അരക്കുക. എന്നിട്ട് നമ്മൾ ആ ഫില്ലിങ്ങക്ക് ഒഴിക്കുക. അത്രേ ഉള്ളൂ അല്ലേ. പിന്നെ ഇത് അവിടെ ബോട്ടി തൂമിച്ചാൻ വെച്ചിക്കണേ. ചിക്കൻ കറി ഇതാ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അതാ ക്യാമറ മങ്ങിയല്ലോ. ഇന്ന് ചിക്കൻ കറിയാണ്. അപ്പോൾ ചിക്കൻ കറി നൂൽപുട്ട് വേണമെന്ന്. പിന്നെ ഇനി ജ്യൂസ് അടിക്കണം. കിഴങ്ങും ചിക്കനും പാടിട്ട് വെച്ചതാണ്. രണ്ടാമത്തേത് മറ്റേത് മതി ഉറുമാമ്പഴം മതി. ജയ് കുട്ടിന്റെ ആ ഫ്രൂട്ട്സ് ഇടുന്ന സംഭവം എവിടെ ഒന്ന് തെരഞ്ഞോക്കാം. നമുക്ക് 2 ഇത് ഇട്ട് കൊടുക്കാനാണ്. കയ്യിൽ കളിക്കല്ലേ ഇതില് കളിക്കല്. അപ്പൊ ഇനി നമുക്ക് പപ്പായ ജ്യൂസ് അടിക്കല്ലേ. പപ്പായ പപ്പായ അല്ല ആ പപ്പായ ജ്യൂസ് ഇടാനുള്ളതാണത് ഉറുമാമ്പഴം. അപ്പം ഞാനിതൊന്ന് മിക്സ് ചെയ്ത് അരച്ച് വരട്ടെ കേട്ടോ. അങ്ങനെ ഗായ്സ് അപ്പോൾ നമ്മളിന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബാങ്ക് കൊടുക്കാൻ ഇനി 2 മിനിറ്റ് ബാക്കി നിൽക്കേ. നമുക്കിന്ന് എന്തൊക്കെയാണ് കുഞ്ഞോളുടെ സ്പെഷ്യൽ ഐറ്റംസ് റെഡി ആക്കിയിട്ടുള്ളതെന്ന് നോക്കാം. ഇതാ ബത്തക്ക അരിഞ്ഞിട്ടുണ്ട്, മാങ്ങ ചെത്തിയിട്ടുണ്ട്, അതേപോലെ തന്നെ നല്ല ചിക്കനും കുരുളക്കിഴങ്ങും ഇട്ടിട്ട് പഴയ നമ്മളൊരു നാടൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബീഫ് കൊണ്ട് ഒരു ചെറിയ കുറുമ പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബ്രെഡ് കൊണ്ട് നമ്മൾ ആ ഒരു സ്റ്റീമഡ് സാൻഡ്വിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നൂൽപുട്ടുണ്ട്, പിന്നെ ബോട്ടി റെഡിയാക്കിയിട്ടുണ്ട്. വാങ്ങിക്കൊടുക്കാൻ പറയടാ. ഇത് എൻ്റെ ഒരു കൈ കഴിക്കലോടാണല്ലോ കുടുങ്ങിയ മനസ്സോ. എൻ്റെ ചളി ഉണ്ടായിക്കോട്ടെ കയ്യുമ്മേ. ഇജ് ആ ബ്രഷ് മൊത്തം ചളിഞ്ഞ് കയ്യുമ്മലാക്കണ്ട. വുഡ് ഇത് വാഷ് ബേസ് വരക്കണ സാധനമാണ്. അതുകൊണ്ടാണ് കയ്യ് വരക്കണം. തിരികെ കഴിക്കഞ്ഞ് ആ ഇത് മൊത്തം ബ്രഷ് മൊത്തം ചളിയൊക്കെ കയ്യുമ്മലാക്കിയാണ്ട്. അതെ. പിന്നെ നിങ്ങളൊന്ന് നോമ്പ് തുറക്കാൻ നേരത്തെ നിങ്ങൾ പുറത്തേക്ക് പോയിക്കൊണ്ടി. കാരണം നിങ്ങൾക്ക് നോൽമ്പില്ലല്ലോ. ആ ബത്തക്കമ്മ ചോട്ടില്ലേ, ആ ബത്തക്കൻ്റെ പീസ് എടുത്ത് വെച്ചാ ടേബിൾമൊക്കെ വെച്ചാ ടിഷാപ്പിനോട് എന്ത് അത് കണ്ണ് കുത്തട്ടെ ഇബ്രാഹിം. ആ ഇത് വേണ്ട ഇവിടെ വാ, ഇവിടെ പക്ഷെ എന്നെ കൊണ്ട് കഴിയൂല. ഞങ്ങളെ കൂടെ 3 ആളെ കൊണ്ട് നാളെ നോമ്പ് പിടിപ്പിച്ചു. ഇന്ന് പെൽച്ചക്ക് നീപ്പിച്ചും ചെയ്യും. പെൽച്ചക്ക് ഞങ്ങളെ വിളിച്ചു. ഓക്കെ ആ മുട്ടിയോ അപ്പൊ ഇത്രയും കാലം ഇവിടെ നിന്നിട്ട് എനിക്ക് അവിടുത്തെ ഒരു ഐഡിയ എനിക്കില്ലല്ലോ അല്ലേ. ബോട്ടി തോന്നിച്ചിന്റെ സ്മെല്ല് ബാങ്കൾ കൊടുത്തു. ഞാൻ പഞ്ചാര പൊട്ടിച്ചാട്ടോ. എന്തേ എന്താ മുറിച്ചണില്ലല്ലോ. ഇനി തല മുട്ടിച്ചട്ടോ. നോമ്പാവില്ല പിന്നെ
നമുക്ക് വേറെ എന്തൊക്കെ തിന്നാണ്ട് പറിച്ചു കൊണ്ട് നിൽക്കുകയാണെ ഈ പുല്ല് വെക്കുകയാണെങ്കിൽ ഗൈസ് അവിടെ പോയി പുല്ല് പറിച്ചു കൊണ്ടുവന്നോളാണ് ഓള് ചില്ലറെ ടീഷാപ്പാണത് ഇതാ വണ്ണാനുള്ള ടീഷാപ്പു ഇതാ വണ്ണാനുള്ള അൾട്ടിമേറ്റ് ടീഷാപ്പു പുല്ല് തിന്നുന്ന പശു അതിനൊന്നും ഇവിടെ മരുന്ന് കിട്ടൂല മോളെ, അതിനൊന്നും ഇവിടെ മരുന്ന് കിട്ടൂല കേട്ടോ. എൻ്റെ നോളത്തരത്തിന് ഇവിടെ മരുന്ന് കിട്ടൂല കേട്ടോ. ഇവിടെ പോന്നോട്ടെ, ഞങ്ങളോട് പോന്നു പോര്. എന്താ അതിമൊന്നും കാട്ടാനൊന്നുമില്ല. ഞാൻ കാണുന്നുണ്ട്, അവക്കൊന്നും കാട്ടാൻ കഴിയൂല, മേലെ കുറ്റിട്ട്. ബാങ്ക് കൊടുക്കാനായോ എടി ഈ സാൻഡ്വിച്ച് എനിക്ക് ജിബ്രാനൊന്ന് കൊടുത്തൂടേനോ? എന്നെ ജിബ്രാനിനായിക്കോയി ഓനക്ക് നോൽമീകാരം. ഇതതിന് ആകെ തന്നെ ഉള്ളൂ. ഇതിന് 2 അടുത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അതിനെ 2 എനിക്ക് വേണ്ടി വരും, 2 ഇബ്രുവിന് വേണ്ടി വരും. പിന്നെ ഇപ്പോൾ 2 ഔദനും എനക്കും. ഇന്നെന്താണ് ഈ കോക്ടെയിലെ കുട്ടീനെ ചോട്ടില്ലോ? ഐസ്ക്രീം കൊണ്ടുവരാൻ പറഞ്ഞേ. ഇപ്പൊ 8 ഉണ്ട്. അപ്പൊ ഇന്നപ്പൊ ബനാട്ടോ അപ്പൊ കഴിഞ്ഞു. ഹൗദാ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിയുടെ. ഞാൻ എന്നിട്ട് ഓനെ കളിയാക്കിയേനി. 8 എന്നൊക്കെ പറഞ്ഞു. മനസ്സിലായി. 8 അല്ല 8. ബാങ്ക് കൊടുക്കണ്ടോ മുണ്ടാതാണ്. ആ കുട്ടീനെ കൈ കൊടുക്കണം നോക്കട്ടോ. ഇബ്രാഹിമേ കുട്ടീനെ നോക്കും. ഗൈസ് ബാങ്ക് കൊടുക്കണ ഒരു കോലം കാണുന്നില്ല കേട്ടോ. തല പിന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങി നോക്കി. ബാങ്ക് കൊടുക്കണ്ടേ? മുജാഹിദാണ്. മുജാഹിദ് വാങ്ങ. ഞാൻ ഇട്ടിക്കണമെന്ന് നോമ്പ്. അവൻ്റെ മോളെ ആണ് ദാഹിച്ചിട്ടേ അടിയാ അല്ല ഉണ്ടോ? ലൈക്ക് കോക്ടെയിൽ ജ്യൂസ്. കോക്ടെയിൽ ജ്യൂസിനെ കട്ടിട്ടുണ്ടെന്നുണ്ടല്ലോ പപ്പായ. എന്താണത്? അപ്പോൾ സ്റ്റീമഡ് എനിക്ക് എടുത്തരാൻ സ്റ്റീമഡ് സാൻഡ്വിച്ച് നിന്ന് നോക്കാൻ പോകാം കേട്ടോ. കുഞ്ഞോളുടെ സ്പെഷ്യലാണ്. അതായത് ഞങ്ങള് മറ്റേ ഒറിജിനൽ സാൻഡ്വിച്ചിന്റെ ഒരു ഫ്ലേവർ ഉള്ളിലുണ്ട് അല്ലേ?
ഓ ഇത് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. പണ്ട് ഗൾഫിൽ നിന്ന് ദുബായിലായ മട്ടൻ്റെ ഷവർമ കിട്ടും. അതിൻ്റെ ഒരു പേസ്റ്റ് ഇതേപോലെയൊക്കെ ഇങ്ങനത്തെ കൊടുത്തേക്കാൻ അവർക്ക് സ്കൂൾക്ക് സ്നാക്സിന്. രണ്ടാക്കും മറ്റന്നാൾ അറിയാൻ കഴിയണില്ല. അപ്പം ഇത് കഴിക്കട്ടെ ഗൈസ്. ബോട്ടൊക്കെ ഉണ്ടേ, ബോട്ടുണ്ട്, ചിക്കന്, ബീഫ് എല്ലാം ഉണ്ട്. കഴിക്കട്ടെ കേട്ടോ. അപ്പം ശരി, വർത്താനത്തിന് നിന്നാലേ ഇതാണ് കഴിയും. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ പെൽച്ചക്കുള്ള ഫുഡ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെൽച്ചക്ക് ബോട്ടി അവിടെ വെച്ച് വെച്ചിരിക്കണം. പിന്നെ ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിരിക്കണം. ഇനി താളിപ്പിന് നല്ല പച്ചച്ചീര ഇട്ടിരിക്കണം. 2 ദിവസം ചുവപ്പ് കളറുള്ള ചീരേനെ. അപ്പം ഇന്ന് നമ്മൾ പച്ചച്ചീരയും കൊണ്ടാണ് താളിപ്പ് ഉണ്ടാക്കുന്നത്. പിന്നെ അതേമാതിരി ബോട്ടി ഞാൻ കൂട്ടൂല. അപ്പം എനിക്ക് ഞാൻ നല്ല മാങ്ങ വെച്ചല്ലോ, മാങ്ങ മക്കൾ കൊണ്ടുപോയുള്ളൂ. തേങ്ങയും മാങ്ങയും മറ്റേ ഉണക്കമുളകും പാടെ ചുട്ടുങ്ങാണ്ട് നല്ല ചമ്മന്തി ഉണ്ടാക്കാൻ കരുതി. അപ്പം അതിൻ്റെ ഓരോ പണികളിലാണ് മക്കളുണ്ട് അവിടെ. സത്യം പറഞ്ഞാൽ നോമ്പായാൽ നമുക്കൊരു ഒഴിവ് ഉണ്ടാവില്ല, എപ്പോഴും പണിയാണ്. നോമ്പായാൽ എല്ലാവരും കരുതുന്നത് നല്ല സുഖമാണ്, കാരണം പകലൊന്നും ഫുഡ് ഉണ്ടാക്കണ്ടല്ലോ, വൈകുന്നേരം മാത്രം ഒറ്റ നേരം ഫുഡ് ഉണ്ടാക്കിയാൽ മതി. പക്ഷെ നോമ്പിലാണ് ഏറ്റവും കൂടുതൽ പണി ഉണ്ടാകുക. എനിക്കങ്ങനെ കേട്ടോ, പേഴ്സണലി എനിക്കങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. പണി തീരൂല അങ്ങോട്ട്, അങ്ങനെ പണിയാക്കാറ്. അപ്പം നല്ല പച്ച മാങ്ങ കേട്ടോ, നല്ല മൂവാണ്ട മാങ്ങയാണ്. അപ്പം അതും തേങ്ങയും ഉണക്കമുളകും പാടെ ചുട്ടുങ്ങാണ്ട് നമ്മൾ നല്ലൊരു ചമ്മന്തി ഇറക്കാന്ന് കരുതി. പിന്നെ ഇതാ അവിടെ നമ്മളെ ഇബ്രുണ്ട്, കുട്ടീനെ നോക്കണ ആള്. എവിടെ ജിറബ് ഉണ്ട് അവിടെ. ഏത് ഇത് ചമ്മന്തിക്ക് സുബൈക്ക് കളിച്ചത്. പിന്നെ അത് മാത്രല്ല, നാളെ ഇൻഷാ അല്ലാ നമ്മളെ ഇബ്രു അബ്രും ജുബ്രു 3 ആളെ കൊണ്ട് നമ്മൾ നോമ്പ് എടുപ്പിച്ചണമെന്ന് കരുതുന്നുണ്ട് അല്ലേ? ഒന്നെ ജിബ്രാൻ ഇന്നെ 3 നോമ്പ് എടുത്തു എന്ന് പറഞ്ഞത് അല്ലേ? ഇന്ന് 3 എണ്ണല്ലേ കിട്ടിയത്? ആ, ഇന്ന് 3 നോമ്പ് കിട്ടിയിരിക്കണേ. നമുക്കൊക്കെ 2 ആയിട്ടുള്ളൂ. ഓനക്ക് ഇന്നെ ഒറ്റ ദിവസം കൊണ്ട് ഓനക്ക് 3 നോമ്പ് കഴിക്കണല്ലേ? പ്രത്യേക കഴിവുള്ള ഒരു ഉടമയാണ് ജിബ്രാന് അല്ലേ? ജിബ്രാനെ പൊയ്ക്കണേ. അതൊരു കണ്ടിട്ട് നമ്മൾ നേരത്തെ കാണിച്ചു നോക്കിയില്ലേ? അപ്പൊ ഇനി ഞങ്ങള് ചോറും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കട്ടെ. കുറച്ച് മെഷീനിൽ തുണികളൊക്കെ ഉണ്ട്, തോരയിടാൻ അതൊക്കെ ഉണ്ട്, തോരയിടണം. പക്ഷെ ബേബിക്ക് ഫുഡ് കൊടുക്കണം. അല്ലടാ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? നൂൽപുട്ട് തിന്നിയില്ലല്ലോ, തിന്നണ്ടേ നൂൽപുട്ട് ചിക്കൻ കറി? ആ ഫ്രിഡ്ജ് അങ്ങനെ തുറക്കല്ലേ എന്റെ ജിബ്രു. നൂൽപുട്ട് പോട്ടി മതി. നൂൽപുട്ടും പോട്ടിയാണോ? പാപ്പാന്റെ അതേ മരിക്കണം. അപ്പൊ എന്താ ഞങ്ങള് കൂട്ടാനൊക്കെ ഉണ്ടാക്കി. മഷ്റൂം വാങ്ങിക്കണല്ലേ? നമുക്ക് ഇൻഷാ അല്ലാ നാളെ പെൽച്ചക്കൊക്കെ ഞങ്ങള് കയ്യോറൊക്കെ വാങ്ങിയിട്ടുണ്ടോ, ഗ്ലൗസ്. എന്റെ കൈ വീണ്ടല്ല, വിണ്ട് കീറിയേക്ക, ഇവിടെയൊക്കെ പൊട്ടിക്കണ്. അപ്പൊ അതൊക്കെ എല്ലാരും പരിയിലുണ്ട്, കൊണ്ടുപോയേക്ക്. കൈ എന്താ നഞ്ഞാല് സോപ്പൊക്കെ തട്ടിയാല് ഭയങ്കര നീറ്റലാണ്. പുള്ളി എരിവൊക്കെ തട്ടിയ എനിക്ക് ചോറ് വാരി കൊടുക്കാനൊന്നും കഴിയൂല, കേട്ട് കേട്ട്. അപ്പൊ ഓരെന്നെ വാരി തിന്നും. അപ്പൊ നമ്മളിതൊക്കെ ഉണ്ടാക്കട്ടെ. ഇപ്പൊ അമ്മച്ചിനെ ഉമ്മീനെ
ഇവരിപ്പം ഞാൻ ഉമ്മയും നട്ടോ വിളിക്കാം. ആ കുട്ടീൻ്റെ അടുത്ത് പോയിക്കോ, എനിക്ക് എന്തോ മൂത്രം ഒഴിക്കാണ്ടോ. അപ്പം ശരി എന്നാ ഞങ്ങളതൊന്ന് സെറ്റാക്കാം.